നിയമസഭാ ഇലക്ഷൻ എന്ന് പറയുമ്പോൾ കേരളം മുഴുവൻ ഉറ്റുനോക്കുന്ന മണ്ഡലങ്ങളിൽ ആദ്യ മണ്ഡലം എന്ന് പറയുന്നത് ഈ നേമം തന്നെ. 2001 തുടങ്ങി BJP അവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലമായിരുന്നു. 2011 ആ ഒരു ചുവടുവെപ്പ് അവർക്ക് ശക്തമായിട്ട് കൊണ്ടുവരാനായിട്ട് സാധിച്ചു. 2016 അവർ ജയിക്കുന്നൊരു സാഹചര്യം ഉണ്ടായി. രാജീവ് ചന്ദ്രശേഖറിന് വരാൻ പോകുന്ന വെല്ലുവിളി ഇത് തന്നെയാണ്. കാര്യം രാജീവ് ചന്ദ്രശേഖറിന് ഞാൻ മലയാളിയാണ്, എനിക്ക് മുണ്ടും മടക്കി കുത്താനും അറിയാം, ആവശ്യമുണ്ടെങ്കിൽ രണ്ട് വർത്തമാനം പറയാൻ അറിയാമെന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ അത് അദ്ദേഹം മലയാളിയാകാൻ ശ്രമിക്കുകയാണ്. ജോക്കർ പരിവേഷമാണ്. വി ശിവൻകുട്ടിയും അവിടുന്ന് മാറിക്കഴിഞ്ഞാൽ നമ്മുടെ സാധ്യതകളാണ്. വി ശിവൻകുട്ടി അവിടുന്ന് മാറുന്നു, അതിന് മറ്റൊരു LDF മറ്റൊരു സ്ഥാനാർത്ഥിയെ അവിടെ ഇറക്കുന്നു. അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ നേമത്ത് വന്നാൽ രാജീവ് ചന്ദ്രശേഖരനോ അല്ലെങ്കിൽ അവിടെ അവർ കൊണ്ടു നിർത്തുന്ന സ്ഥാനാർത്ഥികൾക്ക് അതൊരു ഈസി വിന്നായിരിക്കും. BJP വിജയിക്കുമോ എന്നുള്ള ചോദ്യം എനിക്കും എൻ്റെ മനസ്സിലും BJPക്ക് അവിടെ വിജയിക്കാൻ സാധ്യതകൾ വളരെ കുറവാണ്. വിജയിക്കും എന്നുള്ളൊരു തോന്നൽ അല്ലെങ്കിൽ ഒരു ഈ പറയുന്ന ഒരു ഫോട്ടോ ഫിനിഷിംഗ് ലെവലിലേക്കൊക്കെ വരാം. പക്ഷെ എന്നാലും വിജയത്തിനുള്ള സാധ്യതകൾ നേമത്ത് ഞാൻ കാണുന്നില്ല. ഈ ഒരു ടേബിൾ എടുത്തിരുന്ന് അപ്പുറത്തിപ്പുറത്തും പറയുന്ന പോലെ അല്ല. അതെ, ഇതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ചിലപ്പോൾ വന്നേക്കാം. രാഷ്ട്രീയ കേരളത്തിലെ ചർച്ചകൾക്ക് വീണ്ടും ചൂടേറി വരികയാണ്. നമ്മുടെ നിയമസഭാ ഇലക്ഷൻ ഇങ്ങനെ പടിവാതിക്കൽ എത്തി നിൽക്കുന്ന ഒരു സമയം. വീണ്ടും ചർച്ചകൾ ഇടം പിടിക്കുന്ന അനേകം മണ്ഡലങ്ങളിൽ എടുത്തു പറയേണ്ടുന്ന ഒരു മണ്ഡലം തിരുവനന്തപുരം നേമം മണ്ഡലമാണ്, അല്ലേ? തീർച്ചയായിട്ടും നേമം എന്ന് പറയുമ്പോൾ ഒരുപാട് ഓർമ്മകളും അല്ലെങ്കിൽ നേരത്തെ BJPക്ക് ഒരു ചരിത്രം സമ്മാനിച്ചു കൊടുത്ത രാഷ്ട്രീയ കേരളത്തിൽ BJPക്ക് ഒരു ചരിത്രം നിർമ്മിച്ചു കൊടുത്ത ഒരു മണ്ഡലമാണ് നേമം. അതുകൊണ്ട് തന്നെ വീണ്ടും നിയമസഭാ ഇലക്ഷൻ എന്ന് പറയുമ്പോൾ കേരളം മുഴുവൻ ഉറ്റുനോക്കുന്ന മണ്ഡലങ്ങളിൽ ആദ്യ മണ്ഡലം എന്ന് പറയുന്നത് ഈ നേമം തന്നെയാണ്, അല്ലേ? ഉറപ്പായിട്ടും. അപ്പോൾ 2001 തുടങ്ങി BJP അവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലമായിരുന്നു നേമം. അതെ, 2011 ആ ഒരു ചുവടുവെപ്പ് അവർക്ക് ശക്തമായിട്ട് കൊണ്ടുവരാനായിട്ട് സാധിച്ചു. 2016 അവർ ജയിക്കുന്നൊരു സാഹചര്യം ഉണ്ടായി. 2021 ശിവൻകുട്ടി തിരിച്ചു പിടിച്ചൊരു മണ്ഡലം കൂടിയാണ്. അപ്പോൾ ഇത്തവണയും BJP കൃത്യമായിട്ട് രാജീവ് ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന വ്യക്തിനെ സ്ഥാനാർത്ഥിയായിട്ട് വെക്കുന്നു. അതെ, ഇത് പറയുമ്പോൾ ഇതിനകത്ത് വേറൊരു എടുത്തു പറയേണ്ടുന്നൊരു പോയിന്റ് 2011 എടുത്തു പറഞ്ഞു. ഈ 2011 എന്ന് പറയുന്ന വർഷം ചർച്ച ചെയ്യുമ്പോൾ എടുത്തു പറയേണ്ടുന്ന ഒരു ഘടകമാണ് ഈ 2011 ഡീലിമിറ്റേഷൻ വരുന്നൊരു സമയം. അതായത് വീണ്ടും മണ്ഡലം വീണ്ടും പുനഃക്രമീകരിച്ച് ചില വാർഡുകൾ അല്ലെങ്കിൽ ഈ പറയുന്ന കോർപ്പറേഷനുകൾ വെളിയിലാവുകയും ചില കോർപ്പറേഷനുകൾ അതിലേക്ക് ആഡ് ഓൺ ചെയ്ത് വരികയൊക്കെ ചെയ്യുന്ന ഒരു വർഷമാണ് 2011. അപ്പൊ ഇതിനു മുൻപ് ഈ 2011 മുൻപ് അല്ലെങ്കിൽ കേരള സംസ്ഥാനം രൂപീകൃതമായ സമയം മുതൽ നേമം എന്ന് പറയുന്ന ഒരു മണ്ഡലം തിരുവനന്തപുരത്തുണ്ട്. പക്ഷെ അത് ഈ നിയമമല്ല, ഈ പറയുന്ന ഇന്ന് കാണുന്ന ഘടനയിലുള്ള ഒരു നിയമമല്ല. കാര്യം അതിനു മുൻപ് നിയമം മറ്റൊന്നാണ്, വേറൊരു മണ്ഡലമാണ്, വേറൊരു രീതിയായിരുന്നു. അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ അല്ലെങ്കിൽ UDF സംവിധാനം വിജയിച്ച് മുൻപിലേക്ക് നിയമസഭയിൽ എത്തിയിരുന്ന ഒരു മണ്ഡലമാണ് നിയമം. ഈ നിയമത്തിന് ഒരു ബ്രേക്ക് ത്രൂ BJP എന്ന പാർട്ടിയെ സംബന്ധിച്ച് അവർക്കൊരു വഴിത്തിരിവുണ്ടാകുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ 2011 ഈ 2011 ശേഷം ഉണ്ടായ ഡീലിമിറ്റേഷനിൽ കൂടിയാണ് BJPക്ക് അവിടെ ഒരു വഴിത്തിരിവുണ്ടാകുന്നത്. അത് BJPക്ക് വളരെ അനുകൂലമായ ഒരു ഘടകമായിരുന്നു ഈ ഡീലിമിറ്റേഷൻ. അത് അവർ കൃത്യമായി അതിനെ പിന്നീട് മുൻപോട്ടുള്ള കാലങ്ങൾ അവരത് ഉപയോഗിച്ചു എന്നുള്ളത് മറ്റൊരു സത്യം. അതിനുശേഷം പിന്നെയും BJP കാൻഡിഡേറ്റിനോട് മത്സരിച്ചു തോക്കുന്നുണ്ടായിരുന്നെങ്കിൽ പോലും പിന്നീട് BJP അവിടെ ഒരു ചരിത്രം സൃഷ്ടിച്ചത് അല്ലെങ്കിൽ BJP കേരളത്തിൽ നിയമസഭയിലേക്ക് എത്തിയ ചരിത്രം അതിനൊരു തുടക്കമിട്ടതെന്ന് പറഞ്ഞാൽ രാജഗോപാലിന്റെ വിജയത്തോടു കൂടിയായിരുന്നു. അപ്പോൾ അത് അന്ന് മുതൽ BJP പഠിച്ചു വച്ചിരിക്കുന്ന അല്ലെങ്കിൽ BJP ഇന്നും റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുത എന്ന് കഴിഞ്ഞാൽ നിയമം എങ്ങനെ നമുക്ക് കയ്യിൽ ഒതുക്കി നമ്മുടെ മണ്ഡലമാക്കി എന്നും നിലനിർത്താം എന്നുള്ള ഒരു റിസർച്ചിലാണ് അവരിപ്പോഴും. അപ്പൊ അതിനുശേഷം പക്ഷെ ആ വിജയം BJPക്ക് ആവർത്തിക്കാൻ സാധിക്കുന്നില്ല. അവിടെ പിന്നീടുണ്ടായ ഇലക്ഷനിൽ BJP പരാജയപ്പെട്ടു പോകുന്നു. എന്നിരുന്നാലും BJP 2ാം സ്ഥാനത്തേക്കൊക്കെ കയറി വരുന്നു. പക്ഷെ എന്നിരുന്നാലും BJPയെ സംബന്ധിച്ച് ഇപ്പോഴും നേമത്ത് വിജയിച്ച് കയറാം എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസം അവരിലുണ്ട്. ഈ തീരദേശ മേഖല ആയതുകൊണ്ട് തീരദേശവും അതുപോലെ തന്നെ നഗരവും രണ്ടും കൂടി മിക്സ് ചെയ്ത് നിൽക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് നേമം. അപ്പോൾ അവിടുത്തെ ഈ മുസ്ലിം ക്രിസ്ത്യൻ വോട്ടുകളുടെ സ്വാധീനം
അത് ആണ് അവിടുത്തെ ജയപരാജയങ്ങൾ തീരുമാനിക്കുന്നത് പലപ്പോഴും. അതെ. അവർ ഒരിക്കലും BJP വോട്ട് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അല്ല, അതിനകത്ത് അവര് വോട്ട് ചെയ്യുന്നില്ല എന്നുള്ളൊരു ഘടന കൊണ്ട് മാത്രം BJP വിജയം അപ്രാപ്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇല്ല, കാര്യം അതിനൊരു അതിനപ്പുറത്തേക്ക് കാരണമുണ്ട്. ഇതേ ആളുകൾ തന്നെയാണ് രാജഗോപാലിനെ വിജയിപ്പിച്ചത്. രാജഗോപാലിനെ വിജയിപ്പിച്ച് നിയമസഭയിൽ എത്തിച്ചത്. പക്ഷെ രാജഗോപാലിനെ കേവലം ഒരു BJP സ്ഥാനാർത്ഥി എന്നോ അല്ലെങ്കിൽ ഒരു NDA സ്ഥാനാർത്ഥി എന്നോ ഒരു കാഴ്ചപ്പാടിലല്ല അവിടുത്തെ ആളുകൾ കണ്ടിരുന്നത് എന്നുള്ളതാണ് മറ്റൊരു ഫാക്ടർ. കാര്യം രാജഗോപാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ രാഷ്ട്രീയപരമായൊക്കെ വളരെ സൗമ്യനായ ഒരു വ്യക്തി, എല്ലാവരോടും വളരെ നല്ല രീതിയിൽ രാഷ്ട്രീയത്തിനപ്പുറം വളരെ നല്ല രീതിയിൽ ഇടപെടുകയും ആളുകളോട് ആശയവിനിമയം നടത്തുന്ന ഒരു വ്യക്തി ആണ് രാജഗോപാൽ. അപ്പം അദ്ദേഹത്തെ നമ്മൾ ഒരു രീതിയിലും ഒരു ചർച്ചകളിലും അതായത് അദ്ദേഹം അവിടെ ഇലക്ഷന് നിൽക്കുന്നതിന് മുൻപോ അല്ലെങ്കിൽ അതിന് ശേഷമോ അദ്ദേഹത്തെ ഒരു എന്താ ഞാൻ പറയാ ഒരു സാധാ വെറും ഒരു രാഷ്ട്രീയക്കാരൻ എന്നുള്ള ലേബലിൽ കാണാൻ സാധിച്ചിട്ടില്ല. ചിലപ്പോൾ അതൊക്കെ ഒരു ഫാക്ടർ ആയിരിക്കണം രാജഗോപാലിനെ നിയമത്തിലെ ജനങ്ങൾ വിജയിപ്പിച്ച് നിയമസഭയിലേക്ക് വിട്ടതിനൊരു വലിയ കാരണം. അദ്ദേഹം അതായത് രാജഗോപാൽ എന്ന വ്യക്തിപ്രഭാവത്തിനോടുള്ള ഒരു ഇഷ്ടം കൂടിയാണ്. അത് അദ്ദേഹത്തിന് ലഭിച്ചു എന്നുള്ളതാണ്. അത് BJP ആയിരുന്നു ആ വിജയം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ BJP വിജയമാണ് എന്ന് BJP ഇന്നും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും അത് കഴിഞ്ഞു വന്ന ഇലക്ഷനിൽ കുമ്മനം രാജശേഖരൻ വിജയിക്കേണ്ടതായിരുന്നു. 4000 വോട്ടിന്റെ വ്യത്യാസത്തിലാണ് കുമ്മനം രാജശേഖരൻ അവിടെ പരാജയപ്പെടുന്നത്. അത് നിലനിർത്താൻ സാധിച്ചില്ല. അപ്പൊ അത് BJP അത് അവരുടെ ഒരു മണ്ഡലമാണ്, അല്ലെങ്കിൽ BJP ഏത് കാൻഡിഡേറ്റ് നിന്നാലും വിജയിക്കാൻ പറ്റുമെന്ന് BJP ഇന്നും വിചാരിക്കുന്നുവെങ്കിൽ അത് സാധിക്കുമെന്ന് എനിക്കും അത്ര ഉറപ്പോടെ തോന്നുന്ന ഒരു കാര്യമല്ല. LDFന്റെ ഭാഗത്ത് നിന്ന് 2016 ജയം കോൺഗ്രസുമായിട്ടുള്ള ഒരു ഒത്തുകളിയുടെ ഭാഗമായിട്ടുണ്ടായതാണെന്നുള്ള ഒരു ആക്ഷേപം LDFന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. വളരെ നിലവാരം കുറഞ്ഞൊരു സ്ഥാനാർത്ഥിയായിട്ട് നിർത്തുന്നു. 2016 അതായിരുന്നു സിനാരിയോ. 2016 അവർ ഭരണം പിടിക്കുന്നു. 2021 ഈ പറഞ്ഞ പോലെ, എന്നാൽ 2021 വന്നപ്പോഴത്തേക്കും UDF കൃത്യമായിട്ടുള്ള വോട്ട് പിടിക്കുകയും LDFന് ജയിക്കാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2016 ഇവർ ഉന്നയിച്ച കാര്യങ്ങൾ, അതായത് LDF അന്ന് ഉന്നയിച്ച കാര്യങ്ങളിൽ ഒന്ന് ഈ വോട്ട് ചോർന്നിട്ടുണ്ടെന്നുള്ളത്, അത് കൃത്യമായിട്ട്, അല്ലെങ്കിൽ വോട്ട് BJP-യിലോട്ട്, കോൺഗ്രസിൻ്റെ വോട്ട് BJP-യിലോട്ട് പോയിട്ടുണ്ടെന്നുള്ളത് അതൊരു കൃത്യമായിട്ടുള്ള വസ്തുതയായിട്ട് തന്നെയാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം? അല്ല, വോട്ട് ചോരുന്നു പോകുന്നു എന്നുള്ള ഒരു കാര്യം ഒരിക്കലും ഒരു നിയമസഭാ ഇലക്ഷനിൽ വോട്ട് ചോർച്ച എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പാർട്ടി മറ്റൊരു പാർട്ടിക്ക് വേണ്ടി ചെയ്യുന്ന എന്തെങ്കിലും ഒരു എന്താ പറയുക, നമ്മൾ ബിഹൈൻഡ് ദ സ്റ്റേജ് എന്ന് നമ്മൾ പറയില്ലേ, അങ്ങനെ ചെയ്യുന്ന ഒരു വർക്കിലൂടെ ഉണ്ടാക്കി കൊടുക്കുന്ന വോട്ടൊന്നും അല്ല. അതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ രാജഗോപാൽ എന്തുകൊണ്ട് വിജയിച്ചു, അവിടെ നിന്ന് തുടങ്ങണം. എന്തുകൊണ്ട് ഇത് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളത് ചോദിക്കുന്നു. രാജഗോപാൽ അവിടെ എന്തുകൊണ്ട് വിജയിച്ചു എന്ന് വെച്ചാൽ അദ്ദേഹത്തിനുള്ള വ്യക്തിപ്രഭാവമാണ്, അദ്ദേഹത്തിനോട് ആ മണ്ഡലത്തിലുള്ള അല്ലെ ആ ജനങ്ങൾക്കിടയിൽ ഒരു അക്സെപ്റ്റൻസും കൂടിയാണ്, അദ്ദേഹത്തിനോടുള്ള ഒരു ബഹുമാനം, അദ്ദേഹത്തിനോടുള്ള ഒരു ഇഷ്ടം, അതൊക്കെയാണ് അദ്ദേഹം അത് വിജയമാക്കി മാറ്റിയത്. പക്ഷെ അതിനുശേഷം വന്ന കുമ്മനം രാജശേഖരൻ, ശ്രീ കുമ്മനം രാജശേഖരന് എന്തുകൊണ്ട് അവിടെ വിജയിക്കാൻ പറ്റാതെ പോയി എന്നുള്ളതിന് ഉത്തരം എന്ന് പറയുന്നത്, അവിടെ BJP വോട്ട് മാത്രമേ കുമ്മനം രാജശേഖരന് ശേഖരിക്കാൻ സാധിച്ചിട്ടുള്ളൂ. കാരണം BJP എത്രത്തോളം വോട്ട് കിട്ടുമോ ആ വോട്ട് മാത്രമേ കുമ്മനം രാജശേഖരന് കിട്ടിയിട്ടുള്ളൂ. അതിന് പുറമെ ഒരു LDF-കാരൻ്റെയോ അല്ലെങ്കിൽ ഒരു കോൺഗ്രസ്സുകാരനായിട്ടുള്ള ഒരു വ്യക്തിയുടെയോ വോട്ടുകൾ അധികമായി സംഭരിച്ചെടുക്കാൻ കുമ്മനം രാജശേഖരന് കഴിഞ്ഞിട്ടില്ല 2016. എന്നാൽ 2021 എന്തായിരുന്നു അവസ്ഥ? 2021 പറ്റിയതും വീണ്ടും മുരളീധരനായിരുന്നു 2021 അവിടെ UDF-ന്റെ സ്ഥാനാർത്ഥി. മുരളീധരൻ അവിടെ UDF-ന് കിട്ടേണ്ട വോട്ടുകൾ പിടിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. കണക്കുകൾ അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. സ്വാഭാവികമായിട്ട് UDF കൃത്യമായിട്ട് UDF-ന്റെ കാഡർ വോട്ടുകൾ പിടിച്ച സമയത്ത് അവിടെ BJP പരാജയപ്പെടുകയും LDF വിജയിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നമ്മളവിടെ കണ്ടത്. ശിവൻകുട്ടിയായിരുന്നു സ്ഥാനാർത്ഥിയായിട്ട് നിന്നത്. സോ നമുക്ക് അങ്ങനെ പറയാൻ വേണ്ടി സാധിക്കൂ. തീർച്ചയായിട്ടും. കാര്യം അത് തന്നെയാണ് ഞാൻ വീണ്ടും പറയുന്നത്. അതായത് രാജഗോപാൽ വിജയിച്ചത് അതിന് വ്യക്തിപ്രഭാവം. അതിനു മുൻപ് കോൺഗ്രസ് ആ മണ്ഡലം നഷ്ടപ്പെടുത്തിയ സമയങ്ങളിലൊക്കെ കോൺഗ്രസിന് ലഭിച്ച വോട്ടുകളുടെയൊക്കെ ഒരു പെർസെൻറ്റേജ് നോക്കി, അല്ലെങ്കിൽ എത്ര വോട്ട് കിട്ടി നോക്കി, വോട്ട് കിട്ടി എന്ന് നോക്കിയാൽ തന്നെ മനസ്സിലാവും 9000 വോട്ട് വരെ കിട്ടി. വളരെ പച്ച തൊടാൻ സാധിക്കാത്ത രീതിയിലേക്ക് കോൺഗ്രസ് പരാജയം ഏറ്റുവാങ്ങിയിട്ടുണ്ട്. അതിന് കാരണം എന്ന് പറയുന്നത് രാജഗോപാലിനെ പോലെ ഒരു വലിയൊരു
ബ്രാൻഡാണ്, നമ്മളൊരു ബ്രാൻഡായിട്ട് കാണുക ഒ രാജഗോപാലിനെ. ഒ രാജഗോപാൽ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിനെ നിയമത്തിറക്കി മത്സരിപ്പിക്കുമ്പോൾ അതിനെതിരെ നിൽക്കുന്ന സ്ഥാനാർത്ഥികളും അതേ ബ്രാൻഡിങ്ങിൽ, അതായത് ബ്രാൻഡ് ചെയ്യാൻ പറ്റുന്ന സ്ഥാനാർത്ഥികളായിരിക്കണം. അങ്ങനെ ഒന്നുണ്ടായിരുന്നില്ല കോൺഗ്രസിൽ നിന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിനുശേഷം അവസാനം ഈ BJPയുടെ അക്കൗണ്ട് പൂട്ടിക്കും, അല്ലെങ്കിൽ BJPയുടെ ഒരു വിജയം ഇനി അത് അവിടെ സമ്മതിച്ചു കൊടുക്കില്ല എന്ന് മറ്റേ LDFും കോൺഗ്രസും ഒരുമിച്ച് വിചാരിക്കുന്നു. അന്നേരം നമ്മൾ ഓൾറെഡി നമ്മുടെ വടകരയിൽ MP ആയിട്ടുള്ള മുരളീധരനുമായിട്ട് ചർച്ച നടത്തുന്നു. കാര്യം അന്ന് മുരളീധരൻ അല്ലായിരുന്നുവെങ്കിൽ ഈ പറയുന്നത് പോലെ ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവിനെയാണ് അന്ന് നേമത്ത് മത്സരിപ്പിച്ചിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അവിടെ BJP തന്നെ വീണ്ടും വിജയിക്കുമായിരുന്നു. കാര്യം അതിന് തടയിട്ടത് കോൺഗ്രസ് അവിടെ നിർത്തിയ മറ്റൊരു ബ്രാൻഡായ K മുരളീധരനാണ്. K മുരളീധരന് അവിടെ കൃത്യമായ തനത് കോൺഗ്രസ് അല്ലെങ്കിൽ UDF വോട്ടുകളെല്ലാം ശേഖരിച്ചെടുക്കാൻ, അല്ലെങ്കിൽ അതെല്ലാം തൻ്റെ അക്കൗണ്ടിലാക്കാൻ മുരളീധരന് കഴിഞ്ഞു. ചിലപ്പോൾ മുരളീധരൻ വിജയിക്കാനും സാധ്യത കൂടുതലായിരുന്നു. കാരണം ഈ കോൺഗ്രസ് ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത് തന്നെ വളരെ വൈകിയാണ്. കാര്യം കോൺഗ്രസ് ഒരുപാട് ആലോചിച്ച്, അതായത് അന്ന് AICC ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തുന്നു. KPCC AICC അതുപോലെ തന്നെ അവസാനം ഹൈക്കമാൻഡ് ഇടപെട്ട് നമ്മുടെ കേരളത്തിലെ നേതാക്കളുമായിട്ട് സംസാരിച്ച് ചർച്ച ചെയ്ത് അവർ തന്നെ ആളുകളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ഇന്ന ആളെ അവിടെ നിർത്തണം എന്ന് അങ്ങോട്ട് ആവശ്യപ്പെടുകയാണ്. കാര്യം ഇവിടെ നിന്നുള്ള സർവേയും ഇവിടുത്തെ ഫീഡ്ബാക്കുകളും എല്ലാം അവർ സമാഹരിച്ചതിന് ശേഷമാണ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് അവർ എത്തുന്നത്. അപ്പോൾ മുരളീധരൻ എന്ന് പറയുന്ന ബ്രാൻഡിന് അവിടെ കിട്ടുന്ന അക്സെപ്റ്റൻസ് ആണ് 33,000 34,000 വോട്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിന് മുൻപ് എന്തുകൊണ്ട് കോൺഗ്രസ് അത്രയും വോട്ട് ലഭിച്ചില്ല എന്നുള്ള ഉത്തരവ് അത് തന്നെയാണ്. അപ്പോൾ ആ നിർത്തുന്ന ആളുകൾക്കുള്ള ഒരു പോപ്പുലാരിറ്റിയെ ഭയങ്കരമായിട്ട് ബാധിക്കുന്ന ഒരു മണ്ഡലമാണ് നേമം. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എന്ത് പറ്റി, LDFന് കിട്ടുന്ന തനത് വോട്ടുകൾ മാത്രമേ LDFന് കിട്ടിയിട്ടുള്ളൂ. LDFന് അവിടെ പ്ലസ് ഓർ മൈനസ് എന്ന് പറയുന്ന ലെവലിലേക്ക് ഒന്നും അധികമായി നേടാൻ കഴിഞ്ഞിട്ടില്ല, എന്നാൽ വോട്ട് കുറഞ്ഞും പോയിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം അവർക്ക് കിട്ടിയ വോട്ടുകൾ തന്നെ അവർ കിട്ടി, അവർ ജയിച്ചു. അതേസമയം മുരളീധരൻ ആയിരുന്നില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവിടെ വീണ്ടും BJP വിജയിച്ചു കയറിയാണ്. പക്ഷെ ഇപ്പോഴും CPM പാർട്ടി പറയുന്നത് അവർ LDFന്റെ ഒരു വലിയ വിജയമായിട്ടാണ് അവർ BJPയുടെ അക്കൗണ്ട് പൂട്ടിച്ചു എന്നാണ് അവകാശം പറയുന്നത്. പക്ഷെ അതങ്ങനെ അല്ല, അത് 50-50 ആണ്. ശരിക്കും അതിൽ LDFനും പങ്കുണ്ട്, കോൺഗ്രസിനും പങ്കുണ്ട്. ഉറപ്പായിട്ടും. സിൽവന് ഇപ്പോൾ ഇത്തവണ 2026 കേരളത്തിൻ്റെ മൊത്തത്തിലുള്ള രാഷ്ട്രീയ സാഹചര്യം മാറിയിട്ടുണ്ട്, BJPയുടെ സാഹചര്യം മാറിയിട്ടുണ്ട്, നിൽക്കുന്ന മുന്നണികളുടെ സാഹചര്യങ്ങളൊക്കെ വ്യത്യാസമാണ്. എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം എന്താണെന്നാണ് താങ്കൾ മനസ്സിലാക്കുന്നത്? ഞാൻ പറഞ്ഞില്ലേ, ഇത്തവണ നമുക്ക് പൊതുവേ നോക്കിക്കഴിഞ്ഞാൽ രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഒരു കോൺഫിഡൻസിൻ്റെ പിന്നിൽ 17 കോർപ്പറേഷൻ വാർഡുകൾ ശക്തമായി അവരുടെ കയ്യിലാണിപ്പോൾ. നിയമം ഉൾപ്പെടുന്ന തലസ്ഥാനത്തെ കോർപ്പറേഷൻ വരുന്നത് നേമത്താണ്, അതായത് ഭൂരിപക്ഷം വരുന്നത് നേമത്താണ്. അപ്പൊ അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസും കൂടി അവിടെയുണ്ട്. മാത്രമല്ല നായർ ഈഴവ സമുദായത്തിൽപ്പെടുന്ന ആളുകൾ ഒരുപാടുള്ള അവിടുത്തെ വോട്ടർമാർ മിക്കവരും ഈ പറഞ്ഞ സമുദായത്തിലുള്ള ആളുകളാണ്. അപ്പോൾ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് പറ്റിക്കഴിഞ്ഞാൽ BJPക്ക് സ്വാഭാവികമായിട്ട് വോട്ടിംഗ് പെർസെൻറ്റേജ് കൂടാനായിട്ടുള്ള സാഹചര്യം അവിടെയുണ്ട്. പക്ഷേ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നത് രാജീവ് ചന്ദ്രശേഖരനാണ്. രാജീവ് ചന്ദ്രശേഖരൻ എന്ന് പറയുന്നത് സംസ്ഥാന സെക്രട്ടറിയാണ് BJPയുടെ. ആ വ്യക്തിക്ക് കേരളത്തിലുള്ള ഒരു പേര്, അല്ലെങ്കിൽ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിലെ ആൾക്കുള്ളൊരു പേര് നെഗറ്റീവായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത് പലപ്പോഴായിട്ട്. മര്യാദയ്ക്ക് ഒരു പ്രസ് മീറ്റ് നടത്തി കഴിഞ്ഞാൽ മര്യാദയ്ക്ക് സംസാരിക്കാൻ അറിയാത്തൊരു വ്യക്തിയായിട്ടാണ് ഞാൻ അയാളെ നോക്കിക്കാണുന്നത്. ഒരു ജനപ്രതിനിധിക്ക് വേണ്ട യാതൊരു വിധ ക്വാളിറ്റി ഇല്ലാത്ത ഒരു മനുഷ്യനായിട്ടാണ് ഞാൻ അങ്ങേരെ നോക്കിക്കാണുന്നത്. എന്താണ് അഭിപ്രായം? അതിൽ 2-3 കാര്യങ്ങളുണ്ട്. കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം, രാജീവ് ചന്ദ്രശേഖർ മലയാളിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം മലയാളിയാണ്. പക്ഷേ അദ്ദേഹം വളർന്നതുമൊക്കെ കേരളത്തിന് വെളിയിലാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ഇവിടെ ഒരു, ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ്, അദ്ദേഹം ഒരു ബ്രാൻഡാക്കി സ്വയം അവിടെ പ്രതിഷ്ഠിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാര്യം അതാണ് കാണുന്നത്. കാര്യം ഒ രാജഗോപാലിന് ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെ വീണ്ടും ആവർത്തിക്കുകയാണ്. രാജഗോപാൽ ഒരു ബ്രാൻഡായിരുന്നു, മുരളീധരൻ ഒരു ബ്രാൻഡാണ്. അപ്പോൾ വീണ്ടും ഈ ഒ രാജഗോപാലിനോട് കിടപിടിക്കുന്ന രീതിയിൽ ഒന്നിലൊരു ദേശീയ നേതാവ് അവിടേക്ക് വരണം. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാൽ, BJPയുടെ ഒരു ദേശീയ നേതാക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനൊരു ഉദാഹരണം പറയുകയാണ് കേട്ടോ, വെറുതെ. ഇപ്പോൾ നിതിൻ ഗഡ്കരിയെ പോലെ ഒരാൾ നേമത്തൊന്ന് മത്സരിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ പറയുന്ന 17 കോർപ്പറേഷൻ വാർഡുകൾ ഉൾപ്പെട്ട ഈ നിയമത്തിൽ വൻ ഭൂരിപക്ഷത്തിൽ അദ്ദേഹത്തിന് വിജയിക്കാൻ സാധിക്കും. കാര്യം അദ്ദേഹത്തിന്റെ ബ്രാൻഡും പിന്നെ ഈ പറയുന്ന BJPയുടെ മണ്ഡലമാണ് എന്നുള്ള ആ ഒരു ഇൻഫ്ലുവൻസും എല്ലാം അവിടെ അദ്ദേഹത്തിന് അനുകൂലമായി മാറും. പക്ഷെ അതേ സാഹചര്യത്തിൽ
രാജീവ് ചന്ദ്രശേഖറിന് വരാൻ പോകുന്ന വെല്ലുവിളി ഇത് തന്നെയാണ്. കാര്യം രാജീവ് ചന്ദ്രശേഖറിന് ഞാൻ മലയാളിയാണ്, എനിക്ക് മുണ്ടും മടക്കി കുത്താനും അറിയാം, ആവശ്യമുണ്ടെങ്കിൽ രണ്ട് വർത്തമാനം പറയാൻ അറിയാമെന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ അത് അദ്ദേഹം മലയാളിയാകാൻ ശ്രമിക്കുക, മലയാളിയാണ് എന്നിരുന്നാൽ കൂടി ഞാൻ ഒരു തനി മലയാളിയാണ് എന്ന ഒരു ബ്രാൻഡിലേക്ക് അദ്ദേഹം ഉയരാൻ ശ്രമിക്കുകയാണ്. പക്ഷെ അത് കാര്യമായി അങ്ങോട്ട് ഒരു ജോക്കർ പരിവേഷമാണ് ആൾക്ക്, നാട്ടുകാർക്ക്, മലയാളികൾക്കിടയിലുള്ളതെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വ്യക്തിപരമായിട്ട് എനിക്കും അങ്ങനെ തന്നെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇല്ല, അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ, അദ്ദേഹത്തിൻ്റെ ഒന്ന് ഈ മലയാളം നമ്മൾ സംസാരിക്കുമ്പോൾ അത് കൃത്യമായി കൺവേ ചെയ്യാൻ അദ്ദേഹത്തിന് ചില സമയങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ലാംഗ്വേജ് ഇഷ്യൂ കൊണ്ടാണ് അത് സാധിക്കുന്നില്ല. അപ്പോൾ ഞാൻ മലയാളിയാണ് എന്ന് ഉറച്ചു പറഞ്ഞ ആ ബ്രാൻഡിൽ, അല്ലെങ്കിൽ അങ്ങനൊരു ബ്രാൻഡ് അദ്ദേഹം കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുമ്പോൾ അതിന് വേണ്ടുന്ന പല കാര്യങ്ങൾ, ഈ പറയുന്ന ഭാഷയാവാം, വസ്ത്രധാരണമാകാം, അല്ലെങ്കിൽ ആളോട് സംസാരിക്കുന്ന രീതിയാവാം, ഇതൊന്നും അദ്ദേഹത്തിന് അതിനുമായി ബന്ധപ്പെടുത്തി മാച്ച് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല, അല്ലെങ്കിൽ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള അക്സെപ്റ്റൻസ് നിയമം പോലെയുള്ള അങ്ങനെ ഒരു മണ്ഡലത്തിൽ അദ്ദേഹത്തിന് എത്രത്തോളം ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുകയാണ്. പക്ഷെ എന്നാൽ വി ശിവൻകുട്ടി ഇത്തവണ നേമത്ത് മത്സരിക്കാൻ അത്ര താല്പര്യത്തിലുമല്ല. അദ്ദേഹം വട്ടിയൂർക്കാവിലേക്ക് മാറിയാൽ കൊള്ളാം എന്നുള്ള രീതിയിൽ പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ടെന്നൊക്കെ വാർത്തകൾ വരുന്നുണ്ട്. അപ്പോൾ വി ശിവൻകുട്ടിയും അവിടുന്ന് മാറിക്കഴിഞ്ഞാൽ നമ്മുടെ സാധ്യതകളാണ്, വി ശിവൻകുട്ടി അവിടുന്ന് മാറുന്നു, അതിന് മറ്റൊരു LDF മറ്റൊരു സ്ഥാനാർത്ഥി അവിടെ ഇറക്കുന്നു. അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ നേമത്ത് വന്നാൽ രാജീവ് ചന്ദ്രശേഖരനോ അല്ലെങ്കിൽ അവിടെ അവർ ആര് കൊണ്ടു നിർത്തുന്ന സ്ഥാനാർത്ഥികൾക്ക് അതൊരു ഈസി വിന്നായിരിക്കും. അതിനുള്ള സാധ്യതകളാണ് നേമത്ത് ഞാൻ കാണുന്നത്. അതേസമയം വീണ്ടും ശിവൻകുട്ടി അവിടെ നിൽക്കുന്നു, അല്ലെങ്കിൽ കെ മുരളീധരനെ പോലെയുള്ള എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള, പോപ്പുലർ ആയിട്ടുള്ള ഒരു നേതാവ്, കോൺഗ്രസ് ഒരു ലീഡർ, അല്ലെങ്കിൽ UDFന്റെ ഒരു ലീഡർ അവിടേക്ക് വരുന്നു, അവർ നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് വീണ്ടും ഇവർക്ക് BJPയെ തോൽപ്പിക്കാൻ വേണ്ടി സാധിക്കും. കഴിഞ്ഞ തവണ 4000 വോട്ടാണെങ്കിൽ ഇത്തവണ ചിലപ്പോൾ ഇങ്ങനൊരു സാഹചര്യമാണെങ്കിൽ അത് 4000-ന് മുകളിൽ വോട്ടിലേക്ക് പോയി തോൽക്കാം, ഇല്ലെങ്കിൽ 1000 വോട്ടിനായാലും അവിടെ വിജയിക്കാൻ സാധ്യത വളരെ കുറവാണ്. രണ്ടാമത്തെ കാര്യം, കെ മുരളീധരനെ പോലെ ഒരാളെ, കാര്യം ഞാൻ കുറച്ച് മുമ്പും പറഞ്ഞു, കെ മുരളീധരൻ അന്ന് ഈ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ പേര് എത്തിച്ചേരുന്നത് വളരെ വൈകിയാണ്. അവസാന ലാപ്പിൽ അദ്ദേഹം ഓടിത്തീർത്ത് പ്രചരണമൊക്കെ വളരെ ദ്രുതഗതിയിൽ നടത്തിയാണ് അദ്ദേഹം ഈ സ്ഥാനാർത്ഥിത്വത്തിലേക്കൊക്കെ വരുന്നത്. ആ ഒരു വിത്തിൻ ലിമിറ്റഡ് ടൈം പീരീഡിൽ ഒരു 34,000 വോട്ട് അദ്ദേഹത്തിൽ നിന്ന് സമാഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കൃത്യമായി അവിടെ ഗ്രൗണ്ട് വർക്ക് ചെയ്താൽ UDFന്റെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ എല്ലാവിധമായുള്ള എല്ലാ നിലയിൽ നിന്നുമുള്ള എല്ലാ നമ്മുടെ അടിസ്ഥാനത്തിലുള്ള വോട്ടുകൾ വീണ്ടും അവർക്ക് റീകളക്ട് ചെയ്ത് അവരുടെ പെട്ടിയിലാക്കാൻ സാധിക്കും. കോൺഗ്രസിന് അവിടെ ഒരു വിസ്മയം തീർക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് BJP വിജയിക്കുമോ എന്നുള്ള ചോദ്യം എനിക്കും എൻ്റെ മനസ്സിലും BJPക്ക് അവിടെ വിജയിക്കാൻ സാധ്യതകൾ വളരെ കുറവാണ്. വിജയിക്കും എന്നുള്ളൊരു തോന്നൽ, അല്ലെങ്കിൽ ഒരു ഈ പറയുന്ന ഒരു ഫോട്ടോ ഫിനിഷിംഗ് ലെവലിലേക്കൊക്കെ വരാം. പക്ഷെ എന്നാലും വിജയത്തിനുള്ള സാധ്യതകൾ നേമത്ത് ഞാൻ കാണുന്നില്ല. ഒരു ഫോട്ടോ ഫിനിഷിംഗ് തന്നെയാണ് നേമത്തും ഞാനും പ്രതീക്ഷിക്കുന്നത്. പക്ഷെ ഞെട്ടിച്ചുകൊണ്ട് കോൺഗ്രസിൻ്റെ സ്വന്തം മണ്ഡലം എന്നുള്ള രീതിയിൽ അതിനെ തിരിച്ചു പിടിക്കാനുള്ള സാഹചര്യം തള്ളിക്കളയാൻ പറ്റുന്നൊരു അവസ്ഥയല്ല. കാരണം ചന്ദ്രശേഖരനാണ് അവിടെ സ്ഥാനാർത്ഥിയെങ്കിൽ ഞാൻ ഈ പറഞ്ഞത് സംഭവിക്കാനുള്ള സാഹചര്യം ഉണ്ട്. അവിടെ LDFന് വിജയസാധ്യതയുണ്ട്, 110% LDFന് വിജയസാധ്യതയുണ്ട്, ഒപ്പത്തിനൊപ്പം BJP ഉണ്ട്. ഇപ്പോൾ സിൽവിൻ പറഞ്ഞ പോലെ അവർ കൃത്യമായിട്ടുള്ള പ്രചാരണ തന്ത്രങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് BJP. ഇപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് അവരുടെ നേതാക്കളെ കൊണ്ടുവന്നിട്ട് ഇവിടെ പ്രചാരണം അവർ തുടങ്ങിക്കഴിഞ്ഞു, ഏകദേശം അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. പ്രധാനമന്ത്രി വരുന്നത് അനൗൺസ് ചെയ്ത് കഴിഞ്ഞു, മാർച്ചിൽ എന്തോ വരുന്നുണ്ടെന്നുള്ളത് അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. എന്നാൽ LDFന്റെ അവസ്ഥ, അവർ കുറച്ചും കൂടി ഗ്രൗണ്ട് ലെവലിൽ പണിയെടുക്കാനുള്ള സാഹചര്യമാണ് ഇപ്പോൾ LDF ഉദ്ദേശിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർ കേന്ദ്രത്തിൽ നിന്ന് വേറെ ആരും വരാനായിട്ടും ഇല്ല എന്നുള്ളതാണ്. മുഖ്യമന്ത്രി ഈ പറഞ്ഞ പോലെ മുഖ്യമന്ത്രിയുടെ ജാഥ സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള പരിപാടിയിലാണ് ഇപ്പോൾ ഇടതുപക്ഷം നിൽക്കുന്നത്. അവർ എല്ലാ മണ്ഡലങ്ങളിലും മുഖ്യമന്ത്രി ഉൾപ്പെടെ യാത്ര ചെയ്യാനുള്ള ഒരു പ്ലാനും അവർ ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും നേരത്തെ സിൽവിയും പറഞ്ഞ പോലെ തന്നെ ഒരു ഫോട്ടോ ഫിനിഷിങ്ങിലോട്ടാണ് കാര്യങ്ങൾ എത്തുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നേരത്തെ പക്ഷേ ഭൂരിപക്ഷം കുറയുമോ കൂടുമോ എന്നുള്ളതാണല്ലോ. കഴിഞ്ഞ തവണ കിട്ടിയ 3800 സംതിങ് എന്ന് പറയുന്ന വോട്ട് ഇത്തവണ കൂടുമോ കുറയുമോ? അല്ല, ഞാനത് വീണ്ടും പറയുന്നത് തന്നെയാണ്, ഈ പ്രചരണ തന്ത്രങ്ങൾ എന്ത് തന്നെ ചെയ്തിരുന്നാലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്ഥാനാർത്ഥി
പരിവേഷങ്ങളൊക്കെ ഉള്ള അല്ലെങ്കിൽ ആ ലെവലിലുള്ള ബ്രാൻഡഡ് ആയിട്ടുള്ള നേതാക്കളാണ് വീണ്ടും അവിടെ മത്സരിക്കാൻ ഇറങ്ങുന്നതെങ്കിൽ വി ശിവൻകുട്ടി തന്നെ മത്സരിക്കുന്നു, ഇപ്പുറത്ത് ചന്ദ്രശേഖരൻ നിൽക്കുന്നു, കെ മുരളീധരൻ അല്ലെങ്കിൽ കെ മുരളീധരനെ പോലെ തന്നെ അത്രയും ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരാൾ അവിടെ വീണ്ടും മത്സരിക്കാൻ എത്തുന്നു. അങ്ങനെയെങ്കിൽ വീണ്ടും ചരിത്രം ആവർത്തിക്കാനുള്ള സാധ്യത തന്നെയാണ് ഞാൻ കാണുന്നത്. അത് ശിവൻകുട്ടി വിജയിച്ച് വീണ്ടും ശിവൻകുട്ടിക്ക് വിജയം ഈസി ആയിട്ട് വിജയം വീണ്ടും ശിവൻകുട്ടിയെ കാത്തിരിക്കുന്നു. അതല്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ശിവൻകുട്ടി അല്ല, അതിന് പകരം മറ്റൊരാൾ വരുന്നു. കോൺഗ്രസിനും ഇതുപോലെ കോൺഗ്രസ് ഒരു വളരെ പോപ്പുലർ ആയിട്ടുള്ള നേതാവ് നിൽക്കുന്നു. കോൺഗ്രസ്സിന് വിസ്മയിപ്പിക്കാൻ സാധിക്കും. പഴയ കോൺഗ്രസിൻ്റെ നിയമം, പണ്ടത്തെ കോൺഗ്രസിൻ്റെ നിയമം കോൺഗ്രസിന് വീണ്ടും ഈ 2026 അങ്ങനെയെങ്കിൽ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതല്ല എന്നുണ്ടെങ്കിൽ, ഇത് രണ്ടും അല്ല അവസ്ഥയെന്നുണ്ടെങ്കിൽ മാത്രമാണ് രാജീവ് ചന്ദ്രശേഖറിന് ഈസി ആയിട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന നിലയിലേക്ക് ഒരു വിജയം രാജീവ് ചന്ദ്രശേഖരനെ കാത്തിരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ തീർച്ചയായിട്ടും BJPക്ക് അവിടെ ഒരു വിജയ സാധ്യത എന്നേ പറയാൻ സാധിക്കുകയുള്ളൂ. BJP വിജയിക്കുമെന്ന് എനിക്കും തീരെ തോന്നുന്നില്ല. അപ്പോൾ എന്തായാലും നമ്മളെ ഈ ഒരു ടേബിൾ എടുത്തിരുന്ന് അപ്പുറത്തിപ്പുറത്തും പറയുന്ന പോലെയല്ല പലപ്പോഴും സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത്. ഇതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ചിലപ്പോൾ വന്നേക്കാം. തീർച്ചയായിട്ടും ഒരു ദിവസം മതിയല്ലോ, ഇലക്ഷൻ്റെ തലേ ദിവസം നടക്കുന്ന അവിടുത്തെ സാഹചര്യങ്ങൾ ഉൾപ്പെടെ ഇതിനൊരു റീസണാണ്. തീർച്ചയായിട്ടും നമ്മൾ സാധ്യതകൾ മാത്രമാണ് ചർച്ച ചെയ്യുന്നത്. ഇതൊന്നും ഒരിക്കലും ഇത് തന്നെ സംഭവിക്കുമെന്നോ അല്ലെങ്കിൽ ഇത് സംഭവിക്കില്ല എന്നോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. നമ്മളൊരു സാധ്യതകൾ നമ്മളെല്ലാ നിലയ്ക്കും നമ്മൾ ചർച്ച ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. എന്നിരുന്നാലും ഇലക്ഷൻ കംപ്ലീറ്റ് ആവട്ടെ, അതിനുശേഷം നമുക്ക് വീണ്ടും ചർച്ച ചെയ്യാം. രാഷ്ട്രീയ കേരളം എങ്ങോട്ട് ചിന്തിച്ചു, എന്തായി എന്നുള്ളതൊക്കെ ഇലക്ഷൻ ശേഷം നമുക്ക് വീണ്ടും ചർച്ച ചെയ്ത് മുമ്പോട്ട് പോകാം. ഉറപ്പായിട്ടും. താങ്ക് യു.